ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 20 ദിനങ്ങൾ പൂർത്തിയായി. അവസാനത്തെ 10ൻ്റെ ആദ്യ ദിവസത്തിലാണ് നമ്മളൊക്കെയുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പകലുകളിലും രാത്രികളിലുമാണ് നമ്മൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ബുദ്ധിപൂർവം ചിന്തിക്കുകയും അവൻക്ക് കിട്ടിയ ഈ സമയത്തെ അവൻ ഉപയോഗിക്കുകയും നല്ല ക്ഷമയും കൈകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി നൽകിയ ഒരവസരം മുന്നിൽ വന്ന് നിന്നിട്ട് അവൻ്റെ അശ്രദ്ധ കൊണ്ട്, അവൻ്റെ മടി കൊണ്ട്, നന്മ ചെയ്യാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് മാത്രം ഈ ദിവസങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൂടാ. അതുകൊണ്ട് ഈ ദിവസങ്ങളെ വളരെ ആലോചനാപൂർവം ഉപയോഗിക്കാൻ, നന്മകൾ കിട്ടുന്ന അവസരങ്ങളിൽ വർദ്ധിപ്പിക്കാൻ, കൂടുതലായി മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഈ ദിവസങ്ങൾ നമ്മളൊക്കെ തയ്യാറാകേണ്ടതുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണമായ ഒരു മതമാണ്. അതിൽ വിശ്വാസങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്, ആരാധനകളുണ്ട്, ഒരുപാട് നന്മകൾ എല്ലാം അടങ്ങിയ ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. ഇത്തരം വിശ്വാസങ്ങളോടൊപ്പം ആരാധനകളോടൊപ്പം ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ്റെ സ്വഭാവം എന്നുള്ളത്. കാരണം മതം എന്ന് പറഞ്ഞാൽ തന്നെ അത് പൂർണ്ണമായും സ്വഭാവങ്ങളാണ്. ഒന്ന് അള്ളാഹുവിനോടുള്ള പെരുമാറ്റം, തൻ്റെ കൂടെയുള്ള മനുഷ്യരോട് അവനെങ്ങനെയാണ് പെരുമാറേണ്ടത്, അവൻ തൻ്റെ ശരീരത്തോട്, അവൻ തന്നോട് തന്നെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിനാണ് എന്നെ നിയോഗിച്ചത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആ വാചകത്തിൽ തന്നെ ഇസ്ലാം എത്രമേൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് സ്വഭാവം. ഏറ്റവും നല്ല സ്വഭാവങ്ങളെ ഇസ്ലാം എങ്ങനെയാണ് കാണുന്നത്,
എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിലുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാം അത് ലോകർക്ക് മുഴുവനും എത്തിയത് വലിയ പ്രഭാഷണങ്ങളിലൂടെ മാത്രമല്ല, വലിയ എഴുത്തുകളിലൂടെ മാത്രമല്ല. അതിനേക്കാളും വേഗത്തിൽ ഈ പരിശുദ്ധമായ മതത്തിലേക്ക് ആളുകൾ ഇരിച്ചു കയറിയത് ഈ മതത്തിൽ നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്ന സ്വഭാവ മഹിമ കണ്ടിട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചൊരു മനുഷ്യൻ കുറഞ്ഞ ദിവസങ്ങൾക്കകം പ്രവാചകൻ്റെ സ്വഭാവം കണ്ട് അവർ ഇസ്ലാമിലേക്ക് വരുന്നു. മഹാന്മാരായ സ്വഹാബത്ത് ജനങ്ങളോട് പെരുമാറുന്ന രീതി കണ്ട്, അത്ഭുതകരമായ അവരുടെ മാറ്റം കണ്ട് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നവർ തിരിച്ചറിഞ്ഞ് ഈ മതത്തിലേക്ക് വന്ന ചരിത്രങ്ങളാണ് നമ്മൾ മുൻകാലത്ത് വായിക്കുന്നത്. നമുക്കറിയാം, ഈ കേരളത്തിൽ തന്നെ ഇസ്ലാം വന്ന ഒരു ചരിത്രത്തെ പഠിക്കുമ്പോൾ കച്ചവടക്കാരായ അറബികൾ ഇവിടെ എത്തുകയും ജാതീയതയുണ്ടായിരുന്ന അല്ലെങ്കിൽ അകന്ന് ജീവിച്ചിരുന്ന ഒരു മനുഷ്യരിലേക്ക് ഇസ്ലാമിൻ്റെ സമത്വമായ ഒരു പരിശുദ്ധമായ ഒരു ആശയത്തെ അവർ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കായിരുന്നു. അത് കാണുമ്പോഴാണ് ഒരു പറ്റം ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഓടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത്, നമ്മുടെ പെരുമാറ്റം കണ്ടിട്ട് ഈ പരിശുദ്ധമായ മതത്തെ ഇതിലേക്ക് ആളുകൾ വരികയാണോ, നമ്മളടങ്ങുന്ന, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ഒരു ആശയത്തെ തന്നെ, നമ്മുടെ ആദർശത്തെ തന്നെ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ സുമാമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ബന്ദിയായി പിടിക്കപ്പെട്ടതാണ്. അദ്ദേഹം ആ കാലത്ത് മുസ്ലിമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ 3 ദിവസം പള്ളിയിൽ കൊണ്ടുവന്ന് ബന്ധിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി സംസാരിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാം വിസമ്മതിക്കുന്നു, ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. 3 ദിവസങ്ങൾക്ക് അപ്പുറം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു. സുമാമ റളിയല്ലാഹു അൻഹു ആ കുറഞ്ഞ മണിക്കൂറുകൾ മദീനത്തെ പള്ളിയിലുണ്ടായിരുന്നു. പ്രവാചകനെയും സഹാബത്തിനെയും അദ്ദേഹം ഇങ്ങനെ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം നേരെ ചെന്നു, വൃത്തിയായി വന്നു, പ്രവാചകൻ്റെ മുന്നിൽ വന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ദീർഘമായൊരു പ്രഭാഷണം സുമാമ കേട്ടിട്ടില്ല. വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് സുമാമ ഇസ്ലാമിൻ്റെ ഭംഗിയെ മനസ്സിലാക്കിയിട്ടില്ല. കുറഞ്ഞ മണിക്കൂറുകൾ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ സ്വഭാവത്തെ കണ്ടു. മഹാന്മാരായ സ്വഹാബത്ത് എങ്ങനെയാണ് പ്രവാചകനോട് അനുവർത്തിക്കുന്നത്, അവർ പരസ്പരം എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന മഹനീയമായൊരു സ്വഭാവത്തെ കാണുമ്പോൾ ഇസ്ലാമിലേക്ക് വരാൻ മാത്രം പവിത്രമായ, പരിശുദ്ധമായ, ഭംഗിയുള്ള ഒരു സ്വഭാവത്തെ അവർക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചിരുന്നു എന്നത് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി പോകുന്ന, നമ്മളിൽ കുറേ ആളുകൾക്ക് അപാകത സംഭവിച്ചു പോകുന്നൊരു വലിയ ഏരിയയാണ് സ്വഭാവങ്ങൾ നന്നാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ പറയുന്നത് വലിയ ആദർശമാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ ആശയമാണ്, തൗഹീദും സുന്നത്തും ഖുർആനും ഒക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ സ്വഭാവം കാണുമ്പോൾ ആളുകൾക്ക് ഈ ആശയത്തിലേക്ക് വരാൻ പറ്റാത്ത വിധം നമ്മുടെ മനസ്സുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ അത്രമേൽ മലിനമായി പോയിരിക്കുന്നു. സ്വഭാവം നല്ലല്ലെങ്കിൽ നമ്മൾ എത്ര ഭംഗിയായി സംസാരിച്ചാലും ആളുകൾ നമ്മുടെ ആശയത്തെ സ്വീകരിക്കുകയില്ല, അതിലൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന വർത്തമാനം, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നബിയെ, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് അങ്ങ് ജനങ്ങളോട് സൗമ്യമായി സംസാരിക്കുന്നത് നബിയെ. വലൗ കുൻത ഫളൻ ഗലീലൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്. അങ്ങൊരു പരുക്ക സ്വഭാവിയായിരുന്നെങ്കിൽ, അങ്ങ് ജനങ്ങളോട് കഠിനമായി പെരുമാറിയിരുന്നെങ്കിൽ ആളുകൾ അങ്ങയും വിട്ടു പോകുമായിരുന്നു, അങ്ങയുടെ അടുക്കലേക്ക് ആളുകൾ വരില്ലായിരുന്നു നബിയെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഭയങ്കര സംഭവമാണ്. പക്ഷെ നമ്മുടെ പെരുമാറ്റം നല്ലതല്ലെങ്കിൽ ആളുകൾ നമ്മളെ സ്വീകരിക്കുകയില്ല എന്നൊരു വലിയ പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്.
നമ്മൾ ഭക്ഷണം മാത്രം നന്നായിട്ട് കാര്യമില്ല, ആ ഭക്ഷണം വിളമ്പണ പാത്രം കൂടി നന്നാവണം. അപ്പോൾ ആളുകൾ കഴിക്കുള്ളൂ. നല്ല രുചികരമായി ഭക്ഷണം ഉണ്ടാക്കി ഒരു വൃത്തിയില്ലാത്തൊരു പാത്രത്തിൽ കൊടുത്താൽ ആളുകൾ കഴിക്കില്ല. ആളുകൾ അപ്പോൾ എണീറ്റ് പോകും. എന്താ കാര്യം? കൊടുത്ത പാത്രം നന്നായില്ല. എന്നതുപോലെ നമ്മുടെ ആശയവും ആദർശമൊക്കെ വളരെ സംഭവമാണ്. അതൊരാൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ പറയുന്ന ആളുകൾ എന്താണ്, അതാണ് ആദ്യം ഒരാൾ നിരീക്ഷിക്കുക. നമ്മൾ ഇസ്ലാമിനെ ഇവിടെയുള്ള ആളുകൾ വെള്ളിയാഴ്ച ജുമാ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഖുർആനിൻ്റെ സൂറത്ത് ജുമാ തുറന്നിച്ചിട്ടല്ല ഇവിടുത്തെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മനസ്സിലായത്. പരിശുദ്ധ റമദാൻ വന്നാൽ നോമ്പെടുക്കൽ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ് എന്നവർ മനസ്സിലാക്കിയത് ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടല്ല. അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഹജ്ജിന് ഇവർ മക്കയിലേക്ക് പോകാറുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഇവർ ഏതെങ്കിലും പ്രഭാഷണങ്ങൾ കേട്ടിട്ടുമല്ല. ഇവർ മുസ്ലിമീങ്ങളെ കണ്ടിട്ടാണ് മനസ്സിലാക്കിയത് കുറേ കാര്യങ്ങൾ. ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് എന്ന് കാണുന്നതിനനുസരിച്ചാണ് അവർ ഇസ്ലാമിനെ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, അതിൽ നിന്ന് അവരെ എന്നെ മാത്രമല്ല വായിക്കുന്നത്, ഞാനടങ്ങുന്ന ഈ പരിശുദ്ധമായ മതത്തെയും ഈ ആദർശത്തെയുമാണ് അവർ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ നിന്നാണ് ഒരു മുസ്ലിം ഇങ്ങനെയാണ്. ആളുകളോട് നമ്മൾ ദീന് പറയുമ്പോൾ, ആളുകളോട് നമ്മൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ, വളരെ മഹിമമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഗ്രന്ഥത്തിലുണ്ട്, ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതുപോലെ ജീവിക്കുന്ന ആരാണുള്ളത്? ഇതവർക്ക് ബോധ്യം വരുന്നില്ല എന്നൊരു പ്രശ്നം നമ്മളിലൊക്കെ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാ ഹൈസുമാ കുന്ത്. പ്രവാചകൻ 3 കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറയുന്നത്. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എൻ്റെ പ്രവാചകൻ പറഞ്ഞു, അത്തിഇ സയ്യിഅത്തൽ ഹസന തംഹുഹ. നിങ്ങളൊരു പാപം ചെയ്താൽ തൊട്ടു പിന്നാലെ ഒരു നന്മ ചെയ്ത് ആ പാപത്തെ നിങ്ങൾ മായ്ച്ചു കളയണം. ഒരു പാപം സംഭവിച്ചു പോയാൽ തൊട്ടു പിന്നാലെ നന്മകൾ തുടർത്തി നിങ്ങൾ ആ പാപത്തെ മായ്ച്ചു കളയുമാറ് നന്മകൾ വർദ്ധിപ്പിക്കണം. എൻ്റെ പ്രവാചകൻ പറഞ്ഞു, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. നിങ്ങൾ വളരെ നല്ല രൂപത്തിൽ ജനങ്ങളോട് പെരുമാറണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ജനങ്ങളോട് ഏറ്റവും മാന്യമായും സൗമ്യമായിട്ടാണ് പെരുമാറേണ്ടത്. ഇസ്ലാമിൻ്റെ ഭംഗി എന്നതല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഏതൊരു കാര്യത്തിലാണോ സൗമ്യതയുള്ളത് അതിന് ഭംഗി വർദ്ധിക്കും. നല്ല സൗമ്യമായ കാര്യങ്ങൾ, സൗമ്യതയുള്ള ആളുകൾ എന്ത് കാര്യം ചെയ്താലും അതിന് ഭംഗിയുണ്ടാവും. അവർ കച്ചവടം ചെയ്താൽ ഒരു കച്ചവടത്തിന് ഭംഗിയുണ്ടാവും. ഓരോ കൂടെ ഒരു യാത്ര പോയാൽ ആ യാത്രക്കൊരു ഭംഗിയുണ്ടാവും. ആ സൗമ്യതയുള്ള മനുഷ്യരോട്, സൗമ്യമായി സംസാരിക്കുന്ന ആളുകളോട് വെറുതെ പോയി 10 മിനിറ്റ് സംസാരിച്ചാൽ ആ സംസാരത്തിന് ഭയങ്കര ഭംഗിയായിരിക്കണം. എന്നാൽ പരുക്ക ഹൃദയമുള്ള ആളുകളോട് 1 മിനിറ്റ് സംസാരിക്കാൻ കഴിയില്ല, വളരെ പ്രയാസമായി മാറും. അതുകൊണ്ട് സൗമ്യത നിങ്ങൾക്ക് എന്തിലുണ്ടോ അത് നിങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ഏറ്റവും നല്ല മാതൃക പ്രവാചകനാണ്. അള്ളാഹുവിൻ്റെ റസൂലിലേക്കാണ് ഒരു വിശ്വാസി നോക്കേണ്ടത്. പ്രവാചകൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയായിരുന്നു? നമ്മളെല്ലാവരിലേക്കും നോക്കും. അപ്പുറത്തുള്ളവരെ നോക്കും, ഇപ്പുറത്തുള്ളവരെ നോക്കും, കൂടെ ജീവിക്കണവരെ നോക്കും, വീട്ടിലുള്ളവരെ നോക്കും, അയൽക്കാരെ നോക്കും, കൂടെ പഠിക്കണവരെയും കൂടെ സഹപ്രവർത്തകരൊക്കെ നമ്മൾ നോക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് നമ്മൾ നിരീക്ഷിക്കൂല, അള്ളാഹുവിൻ്റെ പ്രവാചകനെ നോക്കൂല. എൻ്റെ കൂടെയുള്ള മനുഷ്യരെയാണ് നമ്മൾ മാതൃകയാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും നല്ല മാതൃക അള്ളാഹുവിൻ്റെ റസൂലാണ്. അത് എല്ലാ കാര്യങ്ങളിലും പ്രവാചകനാണ് നമുക്ക് ഏറ്റവും നല്ല മാതൃക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും എല്ലാ ഭംഗിയുള്ള സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. കാരണം ആയിഷ ബി റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ വന്ന് ചോദിക്കുന്നു, റസൂലിൻ്റെ സ്വഭാവം എങ്ങനെയാണ് ആയിഷ എന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ ബി റളിയല്ലാഹു അൻഹ നൽകുന്ന മറുപടി, കാന ഖുലുഖുഹു ഖുർആൻ. അവിടുത്തെ സ്വഭാവം തന്നെ ഖുർആനാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും പ്രവാചകനുണ്ട്. പ്രവാചകൻ്റെ എല്ലാ സ്വഭാവങ്ങളും അത് ഖുർആനിൽ നിന്നാണ് എന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് തൻ്റെ ജീവിതാന്ത്യം വരെ കഴിഞ്ഞു പോകാനുള്ള ഏറ്റവും നല്ല സ്വഭാവങ്ങളൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിക്ക് മനസ്സിലാകും വിധം അത് ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ പ്രവാചകനിലേക്ക് മാതൃകയാക്കി പ്രവാചകൻ്റെ ജീവിതത്തെ പകർത്തിയാണ് നമ്മൾ നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കേണ്ടത്. നമ്മളിങ്ങനെ സ്വഭാവങ്ങൾ നന്നാക്കി വെച്ചാൽ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി അവരുടെ ജന്മലാൽ നല്ല സ്വഭാവങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ചില ഏരിയകളിൽ നല്ല ക്ഷമയുള്ള ആളുകൾ, അത് ജന്മലാൽ അങ്ങനെ ആയിരിക്കും. ചില ആളുകൾക്ക് ക്ഷമയുണ്ടാകില്ല, പെട്ടെന്ന് ദേഷ്യപ്പെടും.
ഭയങ്കര ദേഷ്യം പിടിക്കും, എല്ലാവരോടും ദേഷ്യം. വലിയ സദസ്സുകളിൽ നിന്നൊക്കെ അവർ പെട്ടെന്ന് ചൂടായി പോകും. അപ്പോൾ അവർക്ക് ക്ഷമയെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്മനാ നൽകിയില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് എന്ന് പറഞ്ഞ് കാലാകാലം അങ്ങനെ ജീവിക്കല്ല വേണ്ടത്. അവർ മെല്ലെ മെല്ലെ ഘട്ടം ഘട്ടമായി ക്ഷമ കൈവരിച്ച് അവർ ദേഷ്യം പെട്ടെന്ന് വരുന്നതിനെ ഒഴിവാക്കി അവർ കൺട്രോൾ ചെയ്ത് റെഡിയാകണം വേണ്ടത്. അല്ല ഞങ്ങളിങ്ങനെയാണ്, ഞാനിങ്ങനെയാണ് പെരുമാറുക, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിന് ന്യായീകരിക്കല്ല ഒരാൾ വേണ്ടത്. അയാൾക്ക് അയാളുടെ സ്വഭാവ ദൂഷ്യം മനസ്സിലായി കഴിഞ്ഞാൽ, അയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അയാൾക്ക് മനസ്സിന് അങ്ങനൊരു സ്വഭാവ മഹിമയില്ല, ചില ഏരിയകളിൽ അയാൾ വീക്കാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മെല്ലെ 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 അയാൾ ഘട്ടം ഘട്ടമായി അത് മാറ്റിയെടുക്കാൻ പ്രാർത്ഥന കൊണ്ടും ഞാൻ അതിലേക്ക് വരാം. അങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ടാണ് ഒരാൾ തൻ്റെ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൃത്തികേട് സംസാരിക്കാത്ത ആൾ, അയാൾ മോശം സംസാരിക്കാറില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ചിലപ്പോൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ആ സമയത്താണ് പറയും. വെറുതെ റോങ്ങിലൊന്ന് വണ്ടി കയറി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാൽ മതി, പിന്നെ എന്താ സംസാരിക്കാന്ന് ഡ്രൈവർമാർക്ക് അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരമുണ്ട് ദേഷ്യപ്പെട്ട് ചൂടായി, അപ്പോൾ ഡോറൊക്കെ തുറന്ന് ഇറങ്ങി എന്തൊക്കെയോ സംസാരിച്ച് ആ സദസ്സാകെ മലിനമാക്കി. നിങ്ങൾ നോക്കൂ, അങ്ങനെ ചൂടാവാത്ത മനുഷ്യന്മാരുണ്ടാവും. ഒന്നാട് റോങ്ങായി പോകുമ്പോൾ ഭൂരിഭാഗം ആളുകളും ചൂടായി പോകും. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബി പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒരാളോട് മോശമായി സംസാരിക്കാറില്ല. പ്രവാചകൻ ഒരു മോശപ്പെട്ട വാക്ക് പറയാറേയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഖാന യഖൂൽ, പ്രവാചകൻ പറയാറുണ്ട്, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖ. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യർ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരാണ്. ഏറ്റവും നല്ല മനുഷ്യരാരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആർക്കാണോ അയാളുടെ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ നല്ല സ്വഭാവമുള്ള മനുഷ്യരാണ് നമ്മളിൽ ഏറ്റവും നല്ല മനുഷ്യർ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. മറ്റൊരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. നിങ്ങൾ ഏറ്റവും പൂർണ്ണമായ ഈമാൻ കൈവരിച്ച വ്യക്തി, നല്ല ഈമാനുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അയാൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈമാനുമായി ബന്ധിതമാണ്. കാരണം പ്രവാചകനോടൊന്ന് ചോദിക്കേണ്ടത് സ്വഹാബി, നബിയെ സ്വർഗത്തിൽ കടക്കാൻ എന്താണ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ സ്വർഗത്തിൽ പ്രവേശിച്ച കാര്യം എന്താണ്? പ്രവാചകൻ പറഞ്ഞു, തഖ്വല്ലാഹ്. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്. രണ്ടാമത്തെ കാര്യം ഹുസ്നുൽ ഖുൽഖ്, അയാൾ സ്വഭാവം നന്നാക്കലാണ്. ഈ രണ്ടു കാര്യങ്ങളുണ്ടെങ്കിൽ അയാൾ പൂർണ്ണനായി. കാരണം അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുമായുള്ള പെരുമാറ്റമൊക്കെ റെഡിയാക്കി, പിന്നെ സ്വഭാവം നന്നാക്കിയാൽ മനുഷ്യരുമായുള്ള പെരുമാറ്റമൊക്കെ റെഡിയാക്കി. ഇത് രണ്ടോടെ പ്രധാനം. ഈ രണ്ടു കാര്യങ്ങൾ, അള്ളാഹുമായുള്ള പെരുമാറ്റത്തിൽ അവൻ്റെ ആരാധനകളൊക്കെ കൃത്യത വരുത്തുന്നു, അയാൾ തൻ്റെ സ്വഭാവം നന്നാക്കിയാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പിന്നെ മറ്റെന്താണ് വേണ്ടത്? ഒരു കാര്യം ആവശ്യമില്ല. അയാളുടെ വിശ്വാസം ശരിയാണ്, അയാളുടെ അമല് ശരിയാണ്, അള്ളാഹുമായുള്ള തഖ്വ അയാൾ പാലിക്കുന്നു, അയാൾക്ക് നല്ല സ്വഭാവമുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ ഇഷ്ടപ്പെടും എന്നതുപോലെ മനുഷ്യരും എന്തെയും അയാളെ ഇഷ്ടപ്പെടും. അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അയാളുടെ ഒപ്പം കൂടാനും ആളുകളുണ്ടായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത് തന്നെ നിങ്ങളുടെ സ്വഭാവ മഹിമ കൊണ്ടാണ്, നിങ്ങൾ നല്ല സ്വഭാവങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യനിക്ക് ഈമാൻ പൂർണ്ണമായി ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഖിയാറുക്കും ലിനിസാഇഹിം ഖുലുഖാ. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യർ, നിങ്ങൾ ഏറ്റവും നല്ല ആളുകൾ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യർ എന്ന് പറഞ്ഞാൽ നാട്ടുകാരോടൊക്കെ നമ്മൾ നല്ലപോലെ പെരുമാറും. ഒപ്പം ജീവിക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ വളരെ സൗഹാർദ്ദത്തിൽ പെരുമാറും. പക്ഷെ ഭാര്യയോട്, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെയുള്ളൊരു പങ്കാളിയോട്, നമ്മുടെ വീട്ടുകാരോട് അയാൾ മോശം പെരുമാറിയേക്കാം. അയാൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ തൻ്റെ ഭാര്യയോട്, പെൺമക്കളോട്, പെങ്ങന്മാരോട്, ഉമ്മയോട്, മക്കളോട്, ഉപ്പയോട്, ഉമ്മയോട് അയാൾക്ക് സംസാരിക്കേണ്ടത് എങ്ങനെ അറിയാം? കാരണം അയാൾക്കൊരു അധികാരം ഉണ്ടാവും അവിടെ, അയാൾക്കൊരു മേൽക്കോയ്മ ഉണ്ടാവും. അത് അയാൾ ശരിക്കും ഉപയോഗിക്കും. പുറത്തങ്ങനെ ഉണ്ടാവില്ലല്ലോ, പുറത്തുള്ളവരും അയാളൊക്കെ സമല്ലേ. പക്ഷെ വീട്ടിൽ മേൽക്കോയ്മുണ്ട്, മൂപ്പര് ചെലവിലാണ് ബാക്കിയുള്ളവർ ജീവിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തൻ്റെ അടിമകളാണ് എന്നാണ് വിചാരിച്ചു പോകും ചിലപ്പോൾ.
എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവരും ചൂടാവുന്നു, ദേഷ്യപ്പെടുന്നു, മോശപ്പെട്ട സംസാരങ്ങൾ നടത്തുന്നു, എന്തോ അസഭ്യങ്ങൾ വിളിച്ചു പറയുന്നു. ഇങ്ങനെ സംസാരിക്കുന്ന ആൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഏറ്റവും നല്ല മാന്യൻ, നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യർ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബു ഇബാദില്ലാ ഇലല്ലാഹി അഹ്സനുഹും ഖുലുഖാ. നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമകൾ നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവക്കാരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള എന്തെല്ലാം കാര്യം പറഞ്ഞു? സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കുന്ന കാര്യം, ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർണ്ണമാകുന്ന കാര്യം, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം, അതൊക്കെ എന്താണ്? അയാൾ സ്വഭാവം നന്നാക്കുക എന്നുള്ളതാണ്. അയാൾ സ്വഭാവം നന്നാക്കിയാൽ അള്ളാഹുവിന് ഇഷ്ടമാകും. സ്വാഭാവികമായും ജനങ്ങൾക്ക് എന്ത് ചെയ്യും? അയാളെ ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മാ അഫ്ദലു മാ ഉതിയൽ മർഉൽ മുസ്ലിം. ഒരു മുസ്ലിമിന് കിട്ടിയ ഏറ്റവും നല്ല കാര്യം എന്താണ്? അയാൾക്ക് ലഭിച്ച കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യം എന്താണ്? പ്രവാചകൻ പറഞ്ഞു, ഹുസ്നുൽ ഖുലുഖ്. അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കാര്യം, നല്ല സ്വഭാവം അയാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടിയതിൽ ഏറ്റവും മെച്ചമുള്ള കാര്യം അതായിരിക്കും. കുറേ പൈസ കിട്ടുക, കുറേ വേറെന്തൊക്കെയോ കഴിവുകൾ കിട്ടുക, അതിനേക്കാളും നല്ലത് നല്ല രീതിയിൽ ഒരു മനുഷ്യനോട് സംസാരിക്കാൻ, പെരുമാറാൻ, ഇടപെടാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല കാര്യം അതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവം അയാൾ നന്നാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഇഹത്തിനും പരത്തിനുമൊക്കെ അയാൾക്ക് വിജയമുണ്ടാകും. അയാൾ സംസാരിക്കുന്നിടത്ത്, അയാൾ പെരുമാറുന്നിടത്ത് ആളുകൾക്ക് എളുപ്പം കൊടുക്കുക, ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ആളുകളോട് മോശമായി സംസാരിക്കാതിരിക്കുക, വെറുതെ ചൂടാകാതിരിക്കുക. ഒരിക്കൽ മഹാനായ സ്വഹാബി അശജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു സാർത്ഥവാഹക സംഘം പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ അബ്ദുൽ ഖൈസ് റളിയല്ലാഹുവിനും സംഘവും അവിടെ എത്തി, മദീനയിലെത്തി. സംഘത്തിൽപ്പെട്ട ആളുകളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവരൊക്കെ അവരുടെ വാഹനത്തിന് ചാടി ഇറങ്ങി പ്രവാചകൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് എല്ലാവരും പ്രവാചകനെ കെട്ടിപ്പിടിക്കുന്നു, കൈപിടിക്കുന്നു. എല്ലാവരും പ്രവാചകൻ ആവേശത്തോടു കൂടി ഇങ്ങനെ സ്വീകരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ ഖൈസ് എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അബ്ദുൽ ഖൈസ് ഇങ്ങനെ ഇറങ്ങി വന്നു, ആ ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം ആ ഒട്ടകത്തെ അവിടെ കെട്ടിയിട്ടു. അദ്ദേഹം പോയി വൃത്തിയായി പുതിയ വസ്ത്രം ധരിച്ചു. എൻ്റെ പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നു, അസ്സലാമു അലൈക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ 2 സ്വഭാവങ്ങളുണ്ട്, നിങ്ങളുടെ പെരുമാറ്റത്തിൽ നല്ല 2 സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഹിൽമുണ്ട്, നല്ല പക്വതയുണ്ട്. രണ്ടാമത്തെ കാര്യം അൽ അനാത്ത്, അവധാനതയുണ്ട്. നിങ്ങൾ നല്ല അവധാനതയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ 2 സ്വഭാവങ്ങൾ അയാൾ നല്ല പക്വമായി, പാകമായി, സാവകാശം, പ്രവാചകനോട് ആവേശത്തോട് വന്ന് അവിടെ വന്ന് ഇടങ്ങാറാക്കി ബുദ്ധിമുട്ടിപ്പിക്കലല്ല. അത് അതിൻ്റേതായ മട്ടത്തിന് വന്ന് പ്രവാചകൻ്റെ അടുക്കിലേക്ക് വന്ന് സംസാരിക്കുന്നു. ഈ സംഭവം കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് 2 നല്ല സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ ആ സ്വഹാബി ചോദിക്കാൻ, നബിയെ, അത് എന്നിൽ മുൻപേ ഉണ്ടായതാണോ, അള്ളാഹു എനിക്ക് തന്നതാണോ, ഞാൻ നേടിയെടുത്തതാണോ? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻപേ നൽകിയതാണ് ഈ സ്വഭാവം, നിങ്ങൾ പിന്നെ നേടിയെടുത്തതല്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് നമ്മുടെ സ്വഭാവങ്ങൾ തരുന്നത്. അപ്പം നമ്മുടെ സ്വഭാവങ്ങൾ നന്നാവാൻ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. എൻ്റെ സ്വഭാവം നന്നാക്കി തരണേ, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുമ്പോഴാണ് ആ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ നന്നാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജത സ്വായിമിൽ ഖായിം. ഒരു മനുഷ്യൻ്റെ നല്ല സ്വഭാവം, ഒരു വിശ്വാസിയുടെ നല്ല സ്വഭാവം അയാളെ നിരന്തരം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നതിൻ്റെ പദവിയിലേക്ക് എത്തിക്കും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ല സ്വഭാവമുള്ള മനുഷ്യരുടെ പദവി എന്താണ് ചോദിച്ചാൽ, നിരന്തരം നിസ്കരിക്കുന്ന, നിരന്തരം നോമ്പെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ പദവിയാണ് ആ മനുഷ്യർക്കുണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ചില ആളുകളുടെ സ്വഭാവം കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് പോയി സംസാരിക്കാൻ തോന്നും, അയാളെ കാണുമ്പോൾ പോയി പെരുമാറാൻ തോന്നും, പോയി വർത്തമാനം പറയാൻ തോന്നും. എന്നാൽ ചില ആളുകൾ കാണുമ്പോൾ നമ്മൾ തല താഴ്ത്തി വല്ല വേക്കെ കൂടി വിടും. കാരണം സംസാരിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെ ആളുകൾ ഒഴിഞ്ഞു മാറി നടക്കും. നിങ്ങൾ നോക്കൂ, നമ്മൾ നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനെ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൂടെ ചില നാമങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകും, ചില പേരുകളൊക്കെ കടന്നു പോകും. നല്ല സ്വഭാവമുള്ള കുറച്ച് ആളുകളെ നമ്മുടെ പരിചയത്തിലുള്ള ചിന്തിച്ചാൽ വളരെ കുറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പോകും. ഏറ്റവും മോശമുള്ള സ്വഭാവമുള്ള ആൾക്കാർ വെറുതെ ഒന്ന് ചിന്തിക്കാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൂടെ വേറെയും കുറച്ച്
ആളുകളുടെ മുഖം ഒരു പക്ഷേ വരുന്നുണ്ടാകാം. നിങ്ങൾ നോക്കൂ, ആരുടെയെങ്കിലും മനസ്സിൽ നല്ല മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കാൻ പറയുമ്പോൾ എൻ്റെ മുഖം വന്നിട്ടുണ്ടാകുമോ? നമ്മളിൽ ഓരോരുത്തരുടെയും മുഖങ്ങൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകുമോ? ഏറ്റവും മോശം ആളുകളെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ നിർഭാഗ്യവശാൽ നമ്മുടെ മുഖമാണോ വന്നിട്ടുണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആളുകളോട് പെരുമാറ്റത്തിനനുസരിച്ച് ആളുകൾ നമ്മളെ വിലയിരുത്തി കഴിയും. നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവരോട് എങ്ങനെയാണ് ഇടപെടുന്നത്, അതിനനുസരിച്ച് ആളുകൾ എന്ത് ചെയ്യും, നമ്മൾക്ക് മാർക്കിട്ട് കഴിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഒരാൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക? നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അവർ നമ്മെക്കുറിച്ച് സംസാരിക്കുന്ന എന്തായിരിക്കും? അവർ നമ്മെക്കുറിച്ച് ഓർക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ നോക്കൂ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നല്ല കാര്യങ്ങൾ ഓർക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ നല്ല കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാനാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു സ്വഹാബത്തിനോട്, തദ്റൂന മൽ മുഫ്ലിസ്, പാപ്പരായൊരു മനുഷ്യൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയും? ഏറ്റവും പാപ്പരായൊരു മനുഷ്യൻ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറഞ്ഞു, ഒരു ദീനാറും ദിർഹമും ഇല്ലെങ്കിൽ അവൻ തീരെ പൈസ ഇല്ലാത്ത പാപ്പരായ ഒരു വ്യക്തിയായിരിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരല്ല. നാളെ പരലോകത്ത് ചില ആളുകൾ കുറേ സക്കാത്ത് ചെയ്തു, നോമ്പെടുത്തു, നിസ്കരിച്ചു, കുറേ ആരാധനകളുടെ വലിയൊരു കെട്ടുമായി നാളെ പരലോകത്ത് ചില ആളുകൾ വരും. പക്ഷേ അവരുടെ നന്മകളൊന്നും അവർക്ക് ഉപകരിക്കൂല. കാരണം എന്താ വെച്ചാൽ അവൻ ചീത്ത പറഞ്ഞ ആളുകൾ നാളെ പരലോകത്തുണ്ടാവും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചീത്ത പറഞ്ഞ ആളുകൾക്ക് ഇവൻ്റെ നന്മയിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുക്കും. അവൻ ദേഷ്യം പിടിച്ച, ചൂടായി അപമാനിച്ചു വിട്ട കുറച്ച് ആളുകളുണ്ടാവും, ഓർക്കും അവനെ നന്മ എടുത്ത് കൊടുക്കും. അവൻ വഴിമുടക്കി പ്രയാസപ്പെടുത്തിയ കുറച്ച് അയൽക്കാരുണ്ടാവും, ഓർക്ക് കുറച്ച് നന്മ എടുത്ത് കൊടുക്കും. ഓൻ്റെ കൂടെ ജീവിച്ച കാലം അത്രയും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഇടങ്ങാറിലും ജീവിച്ച കുറേ ആളുകളുണ്ടാവും, ഓർക്ക് കുറച്ചെടുത്ത് കൊടുക്കും. അവൻ പ്രയാസപ്പെടുത്തിയ, ചീത്ത പറഞ്ഞ, അടിച്ച, ബുദ്ധിമുട്ടിച്ച ആളുകൾക്കൊക്കെ അവന് നന്മ ഇങ്ങനെ വീതം വെച്ച് നോക്കുമ്പോൾ അവന് നന്മ ഒക്കെ തീർന്നു. എന്നിട്ട് ആൾ ബാക്കിയാണ്. അവൻ ചീത്ത പറഞ്ഞ ആൾക്കാർ ഇനിയും ബാക്കി തന്നെ. അപ്പം എന്ത് ചെയ്യും, ഓരോ തിന്മെടുത്ത് ഇവന് കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ നന്മ മുഴുവനും നഷ്ടപ്പെട്ട് ബാക്കിയുള്ളവൻ്റെ തിന്മയും പേറി നാളെ പരലോകത്ത് വരുന്നവനായിരിക്കും ഏറ്റവും വലിയ മുഫ്ലീസ്, ഏറ്റവും വലിയ പാപ്പരായ മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ ആ മനുഷ്യൻ അവസാനം നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഈ ഹദീസിൽ പറഞ്ഞ കാര്യം വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക. നമ്മൾ ആരോടെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നമ്മോട് ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം പോയി പൊരുത്തപ്പെടിപ്പിക്കുക. ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി നാളെ പരലോകത്ത് പറയേണ്ടി വരും എന്ന കാര്യം തീർച്ചയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഒരു വിശ്വാസിയുടെ മീസാനിൽ കനം തൂങ്ങുന്ന കാര്യം, അത് മിൻ ഖുലുഖിൻ ഹസനിൻ, നല്ല സ്വഭാവത്തെക്കാളും അവൻ്റെ മീസാനിൽ കനം തൂങ്ങുന്ന മറ്റൊരു കാര്യമില്ല. നാളെ പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല സ്വഭാവമാണ്. ആ സ്വഭാവമുള്ള ആളുകൾ അവൻ്റെ മീസാനിൽ കനം തൂങ്ങും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വ ഇന്നല്ലാഹ യുബ്ഗിദുൽ ഫാഹിഷൽ ബദിയ, അശ്ലീലം സംസാരിക്കുന്നവരെ, മോശപ്പെട്ട സ്വഭാവക്കാരെ അള്ളാഹുവിന് വെറുപ്പാണ്. അവരല്ലാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹു അത്തരം ആളുകളെ വെറുത്തിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ നാളെ പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന വലിയൊരു ആരാധന അതെന്താണെന്ന് ചോദിച്ചാൽ, ആ മനുഷ്യൻ നല്ല രൂപത്തിൽ നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറിയ കാര്യങ്ങൾ, ആ കാര്യങ്ങളേക്കാണ് നാളെ പരലോകത്ത് കനം തൂങ്ങുക. എന്നാൽ അശ്ലീലം സംസാരിക്കുക, വൃത്തികേട് പറയുക, വെറുതെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക, പറയേണ്ടത് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വെറുപ്പാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു തആല വെറുത്തിരിക്കുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. സ്വർഗത്തിൻ്റെ ഉന്നതമായ പദവികളെക്കുറിച്ച് പ്രവാചകൻ പറയുമ്പോൾ, ആ ഉന്നതമായ പദവികൾ ചില ആളുകൾക്ക് ഭവനങ്ങളുണ്ട്, ചില ആളുകൾക്ക് ഭവനമുണ്ട്. അതിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻക്ക് അന സഈമുൻ ബി ബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിക്ക, ഒരു മനുഷ്യൻ കാരണമുണ്ടെങ്കിലും അയാൾ തർക്കങ്ങൾ ഒഴിവാക്കുന്നുവെങ്കിൽ, തർക്കിക്കാൻ നിൽക്കണില്ല, സംഭവം നമ്മളടുത്ത് ന്യായമൊക്കെ നമ്മുടെ തന്നെയാണ്, പ്രശ്നമൊക്കെ ഓൻ്റെ അടുത്താണ്, ഓനാണ് റോങ്ങായി വണ്ടിയേറ്റ് വന്നത്, നമ്മൾ തർക്കിക്കാതെ വണ്ടി എടുത്ത് പോകുന്നു, കച്ചറക്ക് നിൽക്കണില്ല, സൗമ്യമായി പെരുമാറി അഫൂ ചെയ്ത് നമ്മളെ വിട്ടുവീഴ്ച ചെയ്ത് പോകുന്നു വിചാരിക്കുക. ആ സന്ദർഭത്തിൽ, ദേഷ്യം വരുന്നൊരു സന്ദർഭത്തിൽ അയാൾ സ്വമേധയാ നിയന്ത്രിച്ച് അയാൾ അഫൂ ചെയ്ത് അയാൾ ആ കാര്യത്തെ കൃത്യമായി മനോഹരമായി ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാൾക്ക് സ്വർഗത്തിൽ വീടുണ്ട് എന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു. പ്രവാചകൻ്റെ ഉറപ്പാണത്.
അയാൾക്ക് ഞാൻ ജാമ്യം നിൽക്കുന്നു, സ്വർഗത്തിൽ അയാൾക്ക് വീടുണ്ട്. എൻ്റെ പ്രവാചകൻ പറഞ്ഞു, വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ. ഒരാൾ തമാശക്ക് പോലും കളവ് പറയാതെ, കളവ് പറയാൻ 100,000 കാരണം, ഏറ്റവും നിസ്സാരമായ കാരണം തമാശ കളവ് പറയാം. അത് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് രണ്ടാൾക്കൊരു ചിരി കിട്ടുന്നേ ഉള്ളൂ, വെറുതെ ഒരു പുഞ്ചിരി കിട്ടും. വേറെ അയാൾക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനില്ല, വലിയ പൈസ ലാഭമൊന്നുമില്ല, വേറെ ഒരു കാര്യമില്ല. അയാൾക്ക് ചിരിച്ചു വരും നമുക്ക് കളവ് പറഞ്ഞാൽ. ആ തമാശക്ക് പോലും, ആ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ഒരു മനുഷ്യൻ കളവ് പറയുന്നില്ല എങ്കിൽ അവൻക്കും സ്വർഗത്തിൻ്റെ മധ്യത്തിലൊരു വീടുണ്ട് എന്ന് ഞാനിതാ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത് പ്രവാചകൻ ഒന്നുകൂടി വിശാലമാക്കി പറയാം, വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന, സ്വർഗത്തിൻ്റെ ഉന്നതമായ തലങ്ങളിൽ ഒരു വീടുണ്ടായിരിക്കും. ആരാണ്? ലിമൻ ഹസുന ഖുലുഖുഹു ഔ ലിമൻ ഹസന ഖുലുഖുഹു. ഒരാൾ തൻ്റെ സ്വഭാവങ്ങളെ നന്നാക്കിയാൽ, ഒരാൾ തൻ്റെ സ്വഭാവങ്ങളെ ക്രമീകരിച്ച് വൃത്തിയാക്കി ജനങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയാണ് എന്നയാൾ മനോഹരമാക്കിയാൽ നാളെ പരലോകത്ത് അയാൾക്ക് ഉന്നതമായ കോടതിയിൽ, നാളെ പരലോകത്ത് ഉന്നതമായ ഒരു ലോകത്ത് സ്വർഗമുണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ ഒരാൾക്ക് മനുഷ്യർക്ക് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ എത്രയോ കാര്യങ്ങളാണ് പ്രവാചകൻ പറയുന്നത്. അയാളുടെ ഈമാൻ വർദ്ധിക്കാൻ, അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ, അയാൾക്ക് വലിയ ഭവനങ്ങൾ നേടിയെടുക്കാൻ, ഇങ്ങനെ 100,000 കാര്യങ്ങളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, എനിക്കേറ്റവും ഇഷ്ടമുള്ള ആളുകൾ. ഈ ഹദീസ് ശരിക്കും ശ്രദ്ധിക്കണം. എനിക്കേറ്റവും ഇഷ്ടം, പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ. പ്രവാചകനക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ, സ്വഹാബത്ത് ആഗ്രഹിച്ച കാര്യമാണ്. സ്വഹാബത്ത് ഒന്ന് ചോദിക്കും നബിയോട്, നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് നബിയെ? പ്രവാചകൻ എൻ്റെ ഭാര്യ ആയിഷയാണ്. പിന്നാരെ നബിയെ? പിന്നെ അബൂബക്കറിനെയാണ്. പിന്നാരെ നബിയെ? പിന്നെ ഉമറിനെയാണ്. ആ സ്വഹാബിക്ക് ചോദിക്കാൻ മടിയായിപ്പോയി, ഞാൻ പേര് അദ്ദേഹത്തിൻ്റെ പേരെങ്ങാനും പ്രവാചകൻ പറയൂലേ എന്ന് വിചാരിച്ച് ആ ചോദ്യം അവസാനിപ്പിച്ചു. ഞാൻ ലിസ്റ്റ് നീണ്ടുപോയി, എൻ്റെ പേര് അവസാനത്തേക്ക് പോവോ എന്ന് അദ്ദേഹം വിചാരിച്ചു. അവർക്ക് ഇഷ്ടമാണ് പ്രവാചകൻ എന്നെ ഇഷ്ടപ്പെടുക, പ്രവാചകൻ്റെ സ്നേഹം കിട്ടുക, ആ മനസ്സിലൊരു ഇടം കിട്ടുക എന്നത് സ്വഹാബത്ത് അത്രമേൽ ആഗ്രഹിച്ച കാര്യം. പ്രവാചകൻ പറയും, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ, വഅഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകൾ, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അവരാരായിരിക്കും? പ്രവാചകനോട് വന്നിട്ട് സ്വഹാബി ചോദിക്കണല്ലോ, റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗത്തിലാകുമ്പോൾ അങ്ങയുടെ കൂടെ ഒരവസരം കിട്ടാൻ നബിയെ പ്രാർത്ഥിക്കണം. നിങ്ങൾ സ്വർഗത്തിലായിരിക്കുമല്ലോ നബിയെ, നമ്മളൊക്കെ വേറെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും, പക്ഷെ നിങ്ങളുടെ കൂടെ തന്നെ കിട്ടണം എന്നാണ് ആഗ്രഹം. അങ്ങയുടെ കൂടെ ഇടം കിട്ടണം. അതിനെന്താണ് ചെയ്യണം? സ്വഹാബത്ത് നബിയുടെ കൂടെ പരലോകത്തൊപ്പമുണ്ടാകണം എന്ന് വിചാരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, എന്നോട് നാളെ പരലോകത്തൊപ്പമുണ്ടാവുക അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങൾ നല്ല സ്വഭാവക്കാരാരാണോ അവരാണ് എന്നോട് ഏറ്റവും കൂടുതൽ നാളെ പരലോകത്ത് അടുത്തുണ്ടാവുക, അവരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പ്രവാചകൻ പറയാണ്. വ ഇന്ന മിൻ അബ്ഗദിക്കും ഇലയ്യ, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആളുകൾ, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആളുകൾ, വ അബ്അദിക്കും മിന്നി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ എന്നോട് ഏറ്റവും കൂടുതൽ അകലം നിൽക്കുന്ന ആളുകൾ, ഏറ്റവും വിദൂരത്തായ ആളുകൾ അവരാണ് അസ്സർസാറുനൽ മുതശദ്ദിഖൂനൽ മുതഫൈഹിഖൂൻ, വെറുതെ അഹങ്കാരം പറയാം, വെറുതെ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പറഞ്ഞു നടക്കുക, സംസാരിക്കുന്ന വെറുതെ സംസാരിക്കുക, സറോ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ലാതെ ഒരു ഉപകാരമില്ലാതെ വെറുതെ ഇങ്ങനെ സംസാരിച്ച് അഹങ്കാരം പറഞ്ഞ് വലിയ മേന്മ പറഞ്ഞ് വലിയട്ടി പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പാണ്, അവരേറ്റവും അകലം നിൽക്കുന്ന ആളുകളായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കിയാൽ നമുക്ക് ഇഹലോകത്തും പരലോകത്തുമൊക്കെ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രകടമായി പുറത്തേക്ക് വരുന്നൊരു സ്വഭാവമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേഷ്യം പിടിക്കുന്നത്. ദേഷ്യം പിടിച്ച് അയാളെ ഇമേജോ ഒറ്റയടിക്ക് തന്നു. അയാൾ സദസ്സിൽ ദേഷ്യം പിടിച്ച് സംസാരിച്ച് അയാൾ മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞാൽ അയാൾ എത്ര മാന്യനായിട്ടും അയാൾ എത്ര ചാരിറ്റി ചെയ്തിട്ട് കാര്യമില്ല, അയാൾ ഫസ്റ്റ് സൊഫിൽ ഫസ്റ്റ് തെക്കിബീറത്തിലേറാൻ കിട്ടുമ്പോൾ തന്നെ ഇമാമിൻ്റെ കൂടെ പിന്നിൽ നിസ്കരിക്കുന്ന ആളായിട്ടും കാര്യമില്ല, അയാളുടെ ഇമേജ് ഒറ്റയടിക്ക് തന്നു, അയാൾ ഒറ്റയടിക്ക് വിലയിരുത്തും. ആ ഒരൊറ്റ സെക്കൻഡ് വരെ, ആ ഒരു സെക്കൻഡിൽ ആളുകൾ അയാളെ വിലയിരുത്തി കഴിഞ്ഞു, അയാൾ വളരെ മോശം. ആളുകൾ പറയും നമുക്കൊക്കെ ശരിയാണ്, പക്ഷെ ആൾ മോശമാണ്. എന്താ കാര്യം? ദേഷ്യം പിടിക്കും. ആ ദേഷ്യം പിടിക്കുന്ന എല്ലാ ആളുകൾ പറയാം അയാൾ പറ്റ മോശമാണ്. നമ്മുടെ മൊത്തത്തിലുള്ള വിലയിരുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ ആളുകൾ കണക്കാക്കുന്നത് നമ്മൾ ദേഷ്യം പിടിച്ചാൽ ബാക്കിയൊക്കെ ആളുകൾ വിട്ടുവീഴ്ച ചെയ്യും. അന്ന് ആളുകൾ ബാധിക്കണ പ്രശ്നമല്ല.
നമ്മുടെ സംസാരം ദേഷ്യം പിടിച്ച് നമ്മൾ സദസ്സിൽ കയറി നമ്മൾ ഇടപെടേണ്ടത് പോലെ ഇടപെടാതെ നമ്മൾ ചൂടായി ഒക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഇമേജാണ് താന്നു പോകും. ആ സംസാരത്തിലൂടെ എന്ത് ചെയ്യും? അയാൾ നമ്മളെ മൊത്തത്തിൽ വിലയിരുത്തി കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് സ്വഹാബി പ്രവാചകരെ എനിക്കൊരു ഉപദേശം തരുവച്ചു. പ്രവാചകൻ ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. സ്വഹാബി അത് കേട്ട് മനസ്സിലാക്കി വീണ്ടും ചോദിച്ചു, സ്വഹാബി നബിയെ എനിക്കൊരു ഉപദേശം തരും. ഒന്നും കൂടി ചോദിക്കും. പ്രവാചകൻ പറഞ്ഞു ലാ തഗ്ളബ്, നീ ദേഷ്യം കാണിക്കാൻ പാടില്ല, ആരോട് ദേഷ്യം പിടിക്കരുത്. സ്വഹാബി അത് മനസ്സിലാക്കി വീണ്ടും സ്വഹാബി ചോദിച്ചു, നബിയെ ഒരു ഉപദേശം തരും. പ്രവാചകൻ പറഞ്ഞു ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കും. പ്രവാചകൻ തന്നെ പറഞ്ഞു കൊടുക്കുക. സ്വഹാബിക്ക് വേറെ ഉപദേശം കിട്ടുക. സ്വഹാബി പോയി അതിൻ്റെ ഹദീസിനെ വിശദീകരിക്കും. പണ്ടേമാണ് ആ മനുഷ്യൻ നല്ല ദേഷ്യം പിടിക്കുന്ന ആളായിരുന്നു. പ്രവാചകനക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് തന്നെയായിരുന്നു, നീ ദേഷ്യം കാണിക്കരുത്. നീ നിൻ്റെ മനസ്സിനെ, നിൻ്റെ കാര്യങ്ങളെ നീ കൺട്രോൾ, നീ വികാരങ്ങളെ കൺട്രോൾ ചെയ്യണം. ആളുകൾക്കിടയിൽ സംസാരിക്കുമ്പോൾ ദേഷ്യം പിടിച്ച് സംസാരിച്ച ഒരു പക്ഷം എന്തെയും മനുഷ്യൻ നിന്നെ വെറുത്തു പോകും, ആൾക്ക് ഇഷ്ടമല്ലാതാവും. പിന്നെ ആളുകൾ നിന്നെന്തില്ല ഒരു വിലയും വെക്കാത്ത അവസ്ഥ വരും. ലൈസ ശദീദു ബിസ്സുറാ ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഒരു ശക്തൻ എന്ന് പറഞ്ഞാൽ ഒരു മലപ്പിടുത്തത്തിൽ ഒരാളെ തല്ലി തോൽപ്പിച്ച് വിജയിക്കുന്ന ഒരാളല്ല ശക്തൻ. ശക്തനായ ആളാണ് ദേഷ്യം വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ തൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയ ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളൊരാളുടെ കാര്യങ്ങൾ എല്ലാ സമയത്തും നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്ത് സ്വാഭാവികം വരാം, മനുഷ്യന്മാരാണല്ലോ വരാലോ. ആ വരുന്ന സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ അത് പറയേണ്ടത് സൈലൻ്റായി നിന്ന് കൊടുക്കുക, അയാൾ മൗനിയായി നിന്ന് കൊടുക്കുക. ദേഷ്യം ഇങ്ങനെ കയറി വരുന്നുണ്ടെങ്കിൽ അയാൾ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുകയാണെങ്കിൽ കിടക്കുക. ഇതാണ് പ്രവാചകൻ. നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, അപ്പോൾ കുറച്ച് ഒതുങ്ങുമല്ലോ. ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അയാൾ കിടക്കുക അവിടെ, എന്നാൽ കുറച്ചുകൂടെ ഒതുങ്ങി കിട്ടും. അപ്പോൾ അയാൾ വുളു എടുക്കുക. അയാൾ ശൈത്താനിൽ നിന്ന് എന്ത് ചെയ്യുക? ശൈത്താനിൽ നിന്നും അയാൾ ശരണം തേടുക. ഇതൊക്കെയാണ് ദേഷ്യം വരുമ്പോൾ അയാൾ ചെയ്യേണ്ട കാര്യം. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ കിടക്കുകയാണെങ്കിൽ ഏറ്റവും എണീക്കലേ കയറും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നതാണ് എണീറ്റിക്കും, എന്നിട്ട് ബാക്കി സംസാരിക്കാൻ തുടങ്ങും. തിരിച്ചാൽ ചെയ്യേണ്ടതൊക്കെ ബാക്ക് അടിക്കണ്ടേ. അവരാൾ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം വേണ്ട, അല്ലെങ്കിൽ ആ സാഹസനാണ് പോവുക, ഒന്നും സംസാരിക്കാണ് പോവുക. എന്നാൽ പിന്നെ എവിടെയെങ്കിലും പോയി തീർന്നു കിട്ടുമല്ലോ അത്. ഇനി അയാൾ ഒന്നു കൊടുത്ത് അയാൾ ഫ്രഷായി വരിക. ഇതാണ് ചെയ്യേണ്ടത്. അല്ലെ നമ്മൾ ആ സമയത്ത് നമ്മൾ സംസാരിക്കാൻ നിന്നാൽ നമ്മൾ പിന്നെ എന്താണ് നമ്മളെ നിയന്ത്രിക്കുന്ന ശൈത്താനായി പോകും. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണം? ആ സമയത്ത് ശ്രദ്ധിക്കണം എന്നാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ പക മനസ്സിൽ വെച്ച് അടക്കുക എന്നുള്ളത്. വളരെ മോശം സ്വഭാവങ്ങൾ എന്താ വെച്ചാൽ മനസ്സിനെ ക്ലീൻ ചെയ്യണം. മനസ്സിൽ പക വെച്ചടക്കുന്ന ആൾ, വിദ്വേഷം, വെറുപ്പ്, ആളുകളോട് ദേഷ്യം വെച്ചടക്കുക. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം, അന്ന് എന്തെങ്കിലുമൊക്കെ അധികം പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആ വെറുപ്പ് കൊണ്ട് നടന്ന് കാലങ്ങളോളം കൊണ്ട് നടക്കും. പിന്നെ അവരുടെ വീട്ടിൽ കല്യാണം നടന്നാൽ നമ്മൾ ആ കല്യാണത്തിന് പോവില്ല, നമ്മളെ വീട്ടിൽ കല്യാണം നടന്നാൽ അവരെ കല്യാണത്തിന് വിളിക്കൂല. സ്വന്തം അമ്മായിൻ്റെ മക്കളേക്കാർ, മൂത്താപ്പാൻ്റെ മക്കൾ, തറവാട്ടിലുള്ള കുടുംബക്കാർ, പക്ഷെ അവിടെ പോയി നോക്കൂല. എന്താ പോകത്ത്? അവരുടെ ദേഷ്യമാണ്, വെറുപ്പാണ്. അവരെന്തോ അന്ന് അധികം ചർച്ചയിൽ എന്തൊക്കെയോ സംസാരിച്ച് കുറച്ച് കൂടിയും കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് അധികമായിപ്പോയി. പിന്നെ നമ്മൾ ആ വെറുപ്പ്, എന്തിനാണ് നമ്മൾ അവരോട് തെറ്റിയതെന്ന് നമുക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല. കാലങ്ങളോടെ 10 കൊല്ലക്കായി തെറ്റിയിട്ട് എന്തിനാ തെറ്റിയത്, നമ്മളെന്തിനാ മിണ്ടാതെ നടക്കുന്നത്? അയൽക്കാരാണ്, സുഹൃത്തുക്കളാണ്, കുടുംബങ്ങളാണ്, കൂടെ നടന്നിരുന്ന മനുഷ്യരാണ്. പക്ഷെ ഇപ്പോൾ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ, ഇവളുടെ സദസ്സിലേക്ക് ഓൻ വരില്ല, ഓളുടെ സദസ്സിലേക്ക് ഇവൻ വരില്ല, കണ്ടാൽ സലാം പറയൂല, ഇങ്ങനെ മനസ്സ് അകന്ന് നടക്കുന്ന കുറേ ആളുകൾ. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു മാതൃകയാണ് ഈ കാര്യത്തിൽ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ അവിടുന്ന് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് അവിടുന്ന് വീണ് പെടഞ്ഞു മരിക്കുന്ന രംഗം പ്രവാചകർക്ക് മക്കയിലുണ്ടായിട്ടുണ്ട്. പ്രവാചകൻ്റെ മക്ക ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റ് നീണ്ട ലിസ്റ്റാണ്. പ്രവാചകൻ്റെ മകളെ അവർ ഈ നിലക്ക് പ്രയാസപ്പെടുത്തി മരണപ്പെട്ടുപോയി. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു, പ്രവാചകൻക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. മുസ്ലിം അല്ലാത്ത കാലത്ത് പോലും പ്രവാചകനെ ആരെങ്കിലും ദ്രോഹിച്ച് എന്നറിഞ്ഞാൽ ഹംസ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെടും. അദ്ദേഹം പറയുന്നത് വെച്ചാൽ മുഹമ്മദിനെ ആരും തൊടാൻ പാടില്ല, അതെൻ്റെ കുട്ടിയാണ് എന്ന് ഹംസ റളിയല്ലാഹു അൻഹു പറയും. അങ്ങനെ പ്രവാചകൻക്ക് മുസ്ലിം അല്ലാത്ത കാലത്ത് പോലും സംരക്ഷണമേകിയിരുന്ന ആളായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹുവിനെ പിന്നീട് ചതിയിലൂടെ ഉഹദ് യുദ്ധത്തിൽ ഹിന്ദും വഹ്ഷിയും കൊന്നുകളഞ്ഞിട്ടുണ്ട്. പ്രവാചകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ കൊന്നുകളഞ്ഞു. പിന്നീട് ചരിത്രത്തിൻ്റെ അങ്ങേ തലയിൽ അവർ രണ്ടുപേരും പ്രവാചകരോട് വന്ന് മാപ്പ് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ അവർക്ക് മാപ്പ് കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിച്ച ആളുകൾ, ചോര ഒലിപ്പിച്ച് ത്വായിഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കണങ്കാല് പൊട്ടി രക്തമൊലിച്ചിട്ടാണ് പ്രവാചകൻ തിരിച്ചു മടങ്ങുന്നത്. പ്രവാചകനെ കൂകി വിളിച്ച ആളുകൾ, അപമാനിച്ചു വിട്ടവർ, പ്രവാചകൻ ശരീരത്തിൽ ക്ഷതമേൽപ്പിച്ചവർ,
ഉഹദിൻ്റെ ഭൂമിയിൽ കവിൾത്തടം കീറി, മുൻപല്ല് പൊട്ടി, പ്രവാചകൻ്റെ കണങ്കാലുകൾ പൊട്ടി, പ്രവാചകൻ കുഴിയിലേക്ക് വീണു. ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തി. നബിയെ കാണോളം ചീത്ത പറഞ്ഞിരുന്ന ആളുകൾ. പക്ഷെ അവസാനം എല്ലാവരും പ്രവാചകൻ്റെ അടുക്കിലേക്ക് വന്നു. എല്ലാവർക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തു. ജിന്നെ ഹംസനെ കൊന്നാളല്ലേ, എനിക്ക് മാപ്പില്ല എന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചകനെ ദ്രോഹിച്ച എല്ലാവർക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തു. നിങ്ങൾ നോക്കൂ, നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടോ? നമ്മുടെ മുഖത്ത് ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? നമ്മുടെ രക്തം എപ്പോഴെങ്കിലും പൊടിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടോ? എവിടെന്നെങ്കിലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പേരിൽ കൊല്ലങ്ങളോളം തെറ്റി നടക്കുന്നവർക്ക് പ്രവാചകരിൽ നല്ലൊരു മനോഹരമായ മാതൃകയുണ്ട് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ആരാധനകൾ ആകാശത്തിലേക്ക് ഉയർത്തും. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ആകാശത്തിലേക്ക് നമ്മുടെ ആരാധനകൾ ഉയർത്തും. ആ സമയത്ത് ചില ആളുടെ ആരാധന ആകാശത്തിലേക്ക് ഉയർത്തൂല. എന്താ കാര്യം? പരസ്പരം അകന്ന് കിടക്കുന്ന വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുടെ അമലുകൾ നാളെ പരലോകത്ത് ഉയർത്തുകയില്ല, അള്ളാഹു സുബ്ഹാനഹു തആല അടുക്കലേക്ക് കൊണ്ടുപോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കലുണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ആരോട് എനിക്ക് വെറുപ്പില്ല, ഇന്ന് ആരോട് എനിക്ക് ദേഷ്യമില്ല, ഇനി ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ പോയി പരിഹരിച്ച് പൊരുത്തപ്പിടിപ്പിച്ച് നമ്മൾ സലാം പറഞ്ഞു തുടങ്ങുക. ഖൈറുഹുമാ യബ്ദഉ ബിസ്സലാം, നിങ്ങളിൽ സലാം പറഞ്ഞു തുടങ്ങുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റി നിൽക്കുമ്പോൾ വേഗം പോയി സലാം പറഞ്ഞ് സോൾവ് ആക്കുക. 3 ദിവസത്തിലധികം തെറ്റി നിൽക്കാൻ തന്നെ പാടില്ല. കാരണം 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ മുണ്ടൂല. വേഗം പോകണമെങ്കിൽ അപ്പോൾ പോയി പരിഹരിക്കണം. വേഗം അത് എത്ര നേരത്തെ പരിഹരിക്കാൻ പറ്റുമോ അപ്പോൾ പരിഹരിക്കണം. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങി, പിന്നെ അതങ്ങനെ പോയി, പിന്നെ അത് മുണ്ടണം തോന്നിയാൽ 2 കൂട്ടർക്കും മുണ്ടാനൊക്കെ തോന്നും. എന്നാലും ഇങ്ങനെ ഇനിയിപ്പോൾ വേണ്ട, നോങ്ങട്ട് വരട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ കാത്തുക നമ്മൾ. അങ്ങനെ കാലങ്ങളോളം കഴിയും, വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോകും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാകും വരെ അങ്ങനെ കുടുംബം നീങ്ങിപ്പോവും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നുവെങ്കിൽ, നമ്മൾ ആരോടെങ്കിലും വെറുപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ഈ പരിശുദ്ധ റമദാനിലെങ്കിലും നമ്മൾ അവരോട് പോയി ചേർന്ന് നിന്ന് അത് സംസാരിച്ച് നമ്മളുള്ള മനസ്സിലുള്ള പകയും വിദ്വേഷമൊക്കെ ഒഴിവാക്കി മനസ്സൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച ഒരു ജൂതയായ സ്ത്രീ, പ്രവാചക രോഗം പിന്നീട് പനി ബാധിച്ച് അതുകൊണ്ടാണ് പിന്നീട് മരിക്കുന്നത്. ബിശ്ർ റളിയല്ലാഹു അൻഹു അപ്പം തന്നെ മരിച്ചുപോയി. പ്രവാചകൻ്റെ അടുക്കലേക്ക് അവസാനം ഈ സ്ത്രീയെ ഈ പെണ്ണിനെയും കൊണ്ട് അവരെ പിടിക്കപ്പെട്ട് പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നത്, അലാ നഖ്തുലുഹാ യാ റസൂലല്ലാഹ്, നബിയെ കൊന്നു കളയട്ടെ, ഈ പെണ്ണിനെ അങ്ങയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഈ സ്ത്രീയെ കൊന്നു കളയട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമാ സിൽതു അരിഫുഹാ ഫീ ലഹുവാത്തി റസൂലില്ലാഹ്. സ്വഹാബത്ത് പറയുന്നു, പ്രവാചകൻ്റെ ആ ഇടറുന്ന ശബ്ദങ്ങളിലും നിങ്ങൾ അയാളെ കൊല്ലരുത്, നിങ്ങൾ അയാളെ വിട്ടുകൊടുക്കുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു എന്നാണ്. ആ പ്രവാചകൻ രോഗമാസന്നമായി കിടക്കുന്ന ഇടറുന്ന ശബ്ദത്തിലും പ്രവാചകൻ വിളിച്ചു പറയുന്ന വാചകം അതാണ്. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മൾ ഈ പകയും വെറുപ്പൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പറയാവുന്ന കുറേ നീണ്ട കാര്യങ്ങൾ കുറേ ഇനിയുണ്ട്. മറ്റൊരു കാര്യത്തിൽ പിശുക്ക് ഒഴിവാക്കുക എന്നുള്ളത്. സമ്പത്തിനോടുള്ള ആർത്തി, അമിതമായ ആർത്തി കാരണം പൈസ ഇങ്ങനെ പിടിച്ചു വെച്ച് ആവശ്യത്തിന് പോലും ഉപയോഗിക്കില്ല, പെരക്കാർക്ക് പോലും കൊടുക്കില്ല. അതിങ്ങനെ പിടിച്ചു വെച്ച് ചിലവിന് കൊടുക്കില്ല, മക്കൾക്ക് വേണ്ട പൈസ കൊടുക്കില്ല, ഭാര്യയ്ക്ക് കൊടുക്കില്ല, നല്ല രീതിയിൽ മക്കളെ പഠിപ്പിക്കൂല, ഒരു സക്കാത്ത് കൊടുക്കൂല, സ്വതക്ക് കൊടുക്കൂല, ഒരു പാവപ്പെട്ട ആളെ കണ്ടാൽ തിരിഞ്ഞു നോക്കൂല. അങ്ങനെ പൈസ ഉണ്ട്, കുറേ പൈസ ഉണ്ട്, ഏക്കണക്കിന് ഭൂമിയുണ്ട്. അത് തടഞ്ഞു വെച്ച് എന്തിനാണ് അയാൾ എടുത്തു വെക്കുന്നത് അയാൾക്ക് തന്നെ അറിയാം. മരിച്ചു കഴിഞ്ഞത് കൊണ്ടുപോകും, മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകും. 6 അടി മണ്ണ് പോയി കിടക്കണതിനപ്പുറത്ത് അതിൻ്റെ പള്ളിക്കാട്ടൊരു സ്ഥലമുണ്ട്, അത് അവൻ്റെ ഭൂമി കിടക്കേണ്ട ആവശ്യമില്ല. ആ ഭൂമി പോയി കിടക്കാൻ ഇവൻ ഏക്കണക്കിന് ഭൂമി ആർക്കും കൊടുക്കാതെ അതങ്ങനെ എടുത്തുവെച്ച് അപ്പുറത്തൊരു വീടുണ്ടാവും. ഇവൻ ഒരു ചെറിയൊരു ഭൂമി അവൻ വിട്ടുകൊടുത്താൽ ഓർക്ക് എങ്ങനെ പോകാൻ പറ്റും, റോഡ് കിട്ടും. പക്ഷെ റോഡ് കൊടുക്കില്ല, അവിടെ മതിൽ കെട്ടി നിർത്തും. ഓർക്ക് അത് നടക്കാനുള്ള വഴി മാത്രം, ഓർക്ക് റോഡ് പോകണ്ട. പൈസ തരും നമുക്ക്. നമ്മൾ 1 സെൻറ്റിന് 1.5 ലക്ഷം റുപ്യ വെച്ച് തരും, അല്ലെങ്കിൽ ആ പൈസ മാർക്കറ്റ് വരെ എന്താണോ തരും നമുക്ക്. എന്നാലും തേയില്ല, മനുഷ്യന്മാർ ആ ഭൂമി വിട്ടുകൊടുക്കില്ല. അതിങ്ങനെ പിശുക്കി അതിങ്ങനെ അത് വെച്ച് ആ സ്വത്ത് ഇങ്ങനെ വലിയ അധികാരിയായി നടക്കുന്നല്ല, അതൊരു മനുഷ്യർക്ക് ഉപകാരമില്ലാതെ ആളുകൾ നടക്കുന്നുള്ളതാണ് ചില ആളുടെ സ്വഭാവം. അവർ1 രൂപ എന്തെയില്ല മാന്യമായി ചിലവഴിക്കണം എന്നുള്ളതില്ല അവർക്ക് തോന്നില്ല. അത്രയും അവർക്ക് പണത്തിനോട് ആർത്തിയായി. പ്രവാചകൻ പറഞ്ഞല്ലോ, ഒരു സ്വർണത്തിൻ്റെ തായ്വര കിട്ടിയാൽ രണ്ടാമതൊന്നും കൂടി കിട്ടുമോ എന്നാണ് മനുഷ്യൻ വിചാരിക്കും. ഒരു സ്വർണത്തിൻ്റെ തായ്വര കിട്ടിയാൽ 10 പവൻ ഉണ്ടെങ്കിൽ വലിയ പൈസക്കാരനായിരുന്നു. പക്ഷെ സ്വർണത്തിൻ്റെ വലിയ തായ്വര കിട്ടിയാലും അവൻ വിചാരിക്കുന്നത് അടുത്തൊരു തായ്വര എങ്ങനെ, അതേ വിചാരിക്കുക. 1 കോടി റുപ്യ കിട്ടിയാലും അടുത്തത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനുഷ്യൻ ആലോചിക്കണം. ഇത് നല്ലപോലെ സ്വതക്കുകയാണല്ലോ, അള്ളാഹു തന്നതാണല്ലോ, ഇത് കിട്ടാത്ത കുറേ ആളുകളുണ്ടല്ലോ, അവർക്ക് കൊടുക്കണമല്ലോ എന്നെന്തെയില്ല മനുഷ്യന്മാർ വിചാരിക്കില്ല. അങ്ങനെ പൈസ എന്ത് ചെയ്യും, എടുത്തു വെച്ച് അയാൾ നടക്കുന്ന കുറേ ആളുകളെ കാണാൻ സാധിക്കും.
അതേപോലെ തന്നെ സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക, ആളുകളോട് മോശമായി പെരുമാറാതിരിക്കുക, സംസാരത്തിൽ ഭംഗി വരുത്തുക, പെരുമാറ്റത്തിൽ ഭംഗി വരുത്തുക, ആളുകൾക്ക് എളുപ്പം കൊടുക്കുക, പ്രയാസം ഉണ്ടാക്കാതിരിക്കുക, ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ആൾക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ എളുപ്പമാണ്, ഭയങ്കര എളുപ്പം കൊടുക്കുന്നൊരു മതമാണ് ഇസ്ലാം. എല്ലാവർക്കും ഇസ്ലാമിൽ ആരാധന തന്നെ എളുപ്പമാണ്. രോഗിയാണോ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജമ്മാക്കി നിസ്കരിച്ചാൽ മതി. യാത്രക്കാരനാണോ, കസറാക്കി നിസ്കരിച്ചാൽ മതി. ഇസ്ലാം തന്നെ എളുപ്പമാണ്. നിങ്ങൾക്ക് രോഗമാണോ, നോമ്പ് നിൽക്കണ്ട, നിങ്ങൾ രോഗം മാറൂലേ, ഫിദി കൊടുത്താൽ മതി, അല്ലെങ്കിൽ രോഗം മാറിയിട്ട് കൊടുത്താൽ മതി. ഗർഭിണിയാണോ, പ്രയാസമാണോ, നോമ്പ് നിൽക്കണ്ട. ഇങ്ങനെ ഇസ്ലാം പൈസ ഇല്ലേ, ഹജ്ജിന് പോകണ്ട. ഇങ്ങനെ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും ഒരു ഇളവ് വരുത്തും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഇന്ന ദീന യുസ്റുൻ. പക്ഷേ ഇസ്ലാമിൻ്റെ ആളുകൾ ഭയങ്കര കുടിസാക്കും, ഇസ്ലാമിനും കുടിസാക്കും, പെരുമാറ്റവും കുടിസാക്കും. ഭയങ്കര ആൾക്ക് എളുപ്പം കൊടുക്കാൻ പറ്റുന്ന സമയത്ത് പോലും എന്തും നമ്മൾ പ്രയാസപ്പെടുത്തും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സഹകരിച്ചാൽ ആൾക്ക് എളുപ്പം കൊടുക്കാം, ഒരു ബുദ്ധിമുട്ടില്ലാതെ ആളുകൾ പറഞ്ഞേക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അവരെ പ്രയാസപ്പെടുത്തി കൊണ്ടുവെക്കും. നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന മേഖലയിൽ പോലും എന്തില്ല, ആളുകൾ സഹകരിക്കാതെ മാറി നിന്ന് ബുദ്ധിമുട്ടിച്ച് അയാളെ പ്രയാസപ്പെടുത്തുന്ന കുറേ ആളുകളുണ്ട്. സഹോദരന്മാർ, ഇങ്ങനെയൊക്കെ സ്വഭാവ ദൂഷ്യങ്ങൾ ഒരു മനുഷ്യൻ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ കുറച്ച് കാലം ഓടിച്ച് പറയാം. 2-3 പോയിന്റുകൾ. ഒന്നെന്താ വെച്ചാൽ, അയാൾ സ്വന്തം അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ള. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അത് അയാൾ മനസ്സിലാക്കുക. വേറെ ഒരാൾ പറയുമ്പോഴോ അല്ലെങ്കിൽ അയാൾ സ്വയം എപ്പോഴും അയാളോട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലായി, അയാൾ ദേഷ്യം വിളിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ പ്രശ്നം എനിക്കുണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യുക, അത് ആദ്യം സ്വീകരിക്കുക, അത് മനസ്സിലാക്കുക, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അയാൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ പ്രവാചകൻ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒന്നെന്ത്, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. അള്ളാഹുവേ, നീ എൻ്റെ ശരീരത്തെ നന്നാക്കി, എൻ്റെ ഘടന നല്ലതാണ്, അതേപോലെ എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കി തരണേ. കണ്ണുണ്ട്, കാതുണ്ട്, കാണാൻ ഭംഗിയുണ്ട്, ഒക്കെ ഉണ്ട്, അതുപോലെ എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കി തരണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ സ്വഭാവം നീ നന്നാക്കി തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശിഖാഖി വന്നിഫാഖി വസൂഇൽ അഖ്ലാഖി. അല്ലാഹുവേ, കലഹങ്ങളിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന്, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടും, എനിക്ക് മോശപ്പെട്ട സ്വഭാവങ്ങൾ ഉണ്ടാക്കി തരല്ലേ എന്ന് അള്ളാഹുവിനോട് ഒരു മനുഷ്യൻ നിരന്തരം പ്രാർത്ഥിക്കുക. ചില ആൾക്ക് നല്ല സ്വഭാവം അള്ളാഹ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ചില ആൾക്ക് ആ സ്വഭാവം കുറച്ചേ കൊടുത്തിട്ടുണ്ടോ, അത് അള്ളാഹു റിസ്ക് വീതം വെക്കണ പോലെ വീതം വെച്ചത്. നിങ്ങൾ നല്ല പൈസക്കാരുണ്ടാവും, കുറച്ച് പൈസ ഇല്ലാത്ത ആളുകളുണ്ടാവും, ഒരു ഇടത്തരക്കാരൊക്കെ ഉണ്ടാവും. എന്നതുപോലെ സ്വഭാവം അള്ളാഹു സുബ്ഹാനഹു ഇതുപോലെ വീതം വെച്ചതാണ്. നല്ല സ്വഭാവമുള്ള ആളുകൾ, സ്വഭാവത്തിൽ കുറച്ചൊരു വീക്കായ ആളുകൾ, കുറച്ചൊരു മീഡിയം സ്വഭാവമുള്ള ആൾ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാക്കി എന്ത് ചെയ്യണം, അയാൾ പൈസ സമ്പാദിക്കാൻ ഇറങ്ങണ പോലെ, ഞാൻ ആ ഹദീസിനെ വിശദീകരിക്കും വേണ്ടി നമ്മൾ പറഞ്ഞു, അയാൾ പൈസ കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുക, അള്ളാഹ് എനിക്ക് എത്ര തന്നിട്ടുള്ളൂ, ഞാൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ പരിഹരിക്കുക ചെയ്യുക. അല്ല, അയാൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങും, പുറത്തേക്ക് ഇറങ്ങും, ഹലാലായ എല്ലാ വഴി സ്വീകരിക്കും. എന്നതുപോലെ അയാൾ സ്വഭാവം നന്നാക്കാൻ അയാൾ ഹലാലായ വഴികളൊക്കെ സ്വീകരിക്കണം. പക്ഷെ നമ്മൾ ചിന്തിക്കില്ല, ആ ഏരിയ നമ്മൾ ചിന്തിക്കില്ല. സ്വഭാവം നന്നാക്കുക, അങ്ങനെ ഒരു ഏരിയ നമ്മൾ ചിന്തിക്കില്ല. അത് നന്നാക്കേണ്ട ഒരു സാധനമാണല്ലോ അത്. കാരണം എല്ലാവർക്കും പ്രയാസം നമ്മളെ കൊണ്ട്, അങ്ങനെ അയാൾ നന്നാക്കി എടുക്കണമല്ലോ. അപ്പോൾ അയാൾ എന്തിനും ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കണം. അയാൾ എത്ര സ്വഭാവം നന്നാക്കാൻ വിചാരിച്ചിട്ട് അള്ളാഹു വിചാരിച്ചാൽ നടക്കുള്ളൂ. അപ്പോൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യുക, അയാൾ ശരിക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ അയാൾ അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി എന്ത് ചെയ്യുക, നിരന്തരം പരിശ്രമിക്കുക. അതിലേറ്റവും പ്രധാന സ്വഭാവം മെല്ലെ ഘട്ടം ഘട്ടമായി അയാൾ റെഡിയാക്കി എടുക്കുക. അയാൾ ദേഷ്യം വരുമ്പോൾ, ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അയാൾ ദേഷ്യം പെടാതെ അയാൾ സബൂർ കാണിച്ച് സ്വബറായി ഇങ്ങനെ വന്ന് അയാളുടെ കൺട്രോളിലാവും. പിന്നെ അയാളുടെ സ്വഭാവങ്ങളൊക്കെ, അയാൾ ദേഷ്യം അയാളെ കൺട്രോൾ കൊണ്ടുവരും. അയാളുടെ പൈസയൊക്കെ അയാൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, അയാളുടെ മനസ്സിനെ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഘട്ടമായി റെഡിയാക്കിയെടുക്കുക. മൂന്നാമത്തെ കാര്യം ആരാധനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നല്ല ഇഖ്ലാസോടു കൂടി ആരാധന ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി ആരാധന ചെയ്യുക, വേറെ ഒന്നും ആഗ്രഹിക്കാതെ പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി ഒരു മനുഷ്യൻ ആരാധന ചെയ്താൽ അയാളുടെ സ്വഭാവം നന്നാവും. കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, അഖിമി സ്വലാത്ത ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ നിസ്കരിക്കുക, നല്ല ശരിയായ നിസ്കാരം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മ്ലേച്ഛതകൾ, നിങ്ങളുടെ വൃത്തികേടുകൾ, നിങ്ങളുടെ മോശം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തരും. അപ്പോൾ നല്ല രൂപത്തിൽ അള്ളാഹുവിനോടൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുക, നല്ല ഇഖ്ലാസോടു കൂടി നിഷ്കളങ്കമായ ആരാധനകൾ നിർവഹിക്കുക, അതൊരു മനുഷ്യനെ നന്നാക്കുന്നതാണ്. അതേപോലെ തന്നെ വേറൊരു ഖുർആനിൽ കാണാം, സൂറത്ത് തൗബയിൽ, ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വ തുസക്കീഹിം ബിഹാ. നിങ്ങളുടെ സമ്പത്തിൽ നിന്നും നിങ്ങൾ സ്വതക്ക കൊടുക്കുക, അത് നിങ്ങളെ പരിശുദ്ധപ്പെടുത്തും. നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല തസ്കിയത്ത്, നിങ്ങളുടെ മനസ്സിനെ വൃത്തിയാക്കി തരും. നിങ്ങൾ മൊത്തത്തിൽ വൃത്തിയാകാൻ അത് കാരണമാണ്. അതേപോലെ തന്നെ അടുത്തൊരു പോയിൻ്റാണ് ഞാൻ വേഗത്തിൽ പറയാം, നല്ല കൂട്ടുകാരുമായി, നല്ല ആളുകളുമായി കൂട്ടുകൂടുക.
നല്ല മനുഷ്യന്മാരുമായി കൂടെ ഓരോ സ്വഭാവങ്ങൾ കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യും പകർത്താൻ പറ്റും. നല്ല ആളുകളെ കാണാം. അപ്പോൾ ഓല് ഇടപെടുന്നത്, ഓല് ഓരോ കാര്യങ്ങൾ ഇടപെടുന്ന രീതികൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും അതേപോലെ അനുകരിക്കാൻ നോക്കുക. നല്ല സ്വഭാവങ്ങൾ അനുകരിക്കുക. നല്ലത് മാത്രം, എല്ലാത്തിനും കുറച്ചൊരു മോശം സ്വഭാവം അതുകൊണ്ട് ഒഴിവാക്കിയിട്ട് നല്ലതൊക്കെ എടുക്കുക. അത് ഏതാളാണെങ്കിലും നല്ലതാണോ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സ്വഭാവത്തെ എടുക്കുക. ചില നല്ലതായി അതിഥികൾ സൽക്കരിക്കും. അതിഥികളെ പെട്ടെന്ന് സ്വീകരിച്ച് വന്ന് കൊടുന്നിരുത്തി ഭക്ഷണം കൊടുത്ത് ഓരോ എല്ലാ കാര്യം ചെയ്തു കൊടുത്ത് തിരിച്ച് വീട്ടിൽ അവിടെ വരെ എത്തുന്ന വരെ ഓരെന്ത് ചെയ്യും എല്ലാ കാര്യം ശ്രദ്ധിച്ച് കൊണ്ടെടുക്കും. നല്ല സ്വഭാവികരം അത് എടുക്കണം. ചില ആൾ നല്ല ഭക്ഷണം കൊടുക്കും. അത് പാവപ്പെട്ടവരല്ലാന്നില്ല, എല്ലാവർക്കും നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. ചില ആൾ നല്ല എന്ത് ചെയ്യും, ആൾ നല്ല രൂപത്തിൽ പെരുമാറാൻ പഠിച്ചിട്ടുണ്ടാവും. നല്ല പൈസ കൊടുക്കുക, നല്ല സദക്ക കൊടുക്കുക. ഇങ്ങനെ ഓരോരുത്തർക്കും നല്ല സ്വഭാവങ്ങളുണ്ടാവും. ആ സ്വഭാവങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ കണ്ടു പഠിക്കുക, അതിൽ മാതൃകയാക്കുക. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് എന്ത് ചെയ്യുക മാതൃകയാക്കുക. അതിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവങ്ങളാണല്ലോ ഓരോരുത്തരും ചെറിയ ചെറിയ കാണും. അപ്പോൾ അത് എങ്ങനെയാണ് ഇടപെടുന്നത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതേപോലെ നല്ല ആളുകളുമായി കൂട്ടുകൂടുക. ഇതൊരു നല്ലൊരു മാർഗ്ഗമാണ്. കാരണം മോശം ആളുകളോട് കൂട്ടുകൂടിയാൽ നമ്മളെന്ത് ചെയ്യും മോശപ്പെട്ടു പോകും, നമ്മൾ കിടന്നു. അത് നല്ല ആളുകളുമായി കൂട്ടുകൂടി അവരുടെ സ്വഭാവങ്ങളെ എന്ത് ചെയ്യുക റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അതേപോലെ തന്നെ നല്ല ചരിത്രങ്ങൾ പഠിക്കുക. പ്രവാചകൻ്റെ ചരിത്രങ്ങൾ പഠിക്കുക, മുൻഗാമികളായ നമ്മുടെ ഉലമാവിൻ്റെ ചരിത്രം പഠിക്കുക, സ്വഹാബത്തിൻ്റെ ചരിത്രം പഠിക്കുക. നമ്മുടെ മാതൃകൾ അവരാണ്. സ്വഹാബത്താണ്, പ്രവാചകനാണ്, താബിഈങ്ങളാണ്, തബഉ താബിഈങ്ങൾ നമ്മുടെ മാതൃകയാണ്. അവരുടെ സ്വഭാവ മഹിമകൾ പറയുന്ന ചരിത്രങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അത് പഠിക്കുക, അത് പകർത്താൻ ശ്രമിക്കുക. വെറുതെ ആവേശത്തിൽ ഇങ്ങനെ കേട്ട് ഭയങ്കര സംഭവമാണ് നമ്മുടെ നബി എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടലാണ്. അത് പകർത്തണം. അത് പകർത്താനാണ് പഠിക്കുന്നത്. അത് പഠിച്ചെടുത്ത് പ്രവാചകൻ്റെ കാരുണ്യം, പ്രവാചകൻ കുട്ടികളോട് എങ്ങനെയാണ്, ഭാര്യയോട് എങ്ങനെയാണ്, മക്കളോട് എങ്ങനെയാണ്, പ്രവാചകൻ തൻ്റെ അടിമകളോട് എങ്ങനെ, എല്ലാവരോടും മാന്യമായി ഒരു കറുത്തവനെയും വെളുത്തവനെയൊക്കെ ഒരുപോലെ ഒരു കുടക്കീയിൽ പ്രവാചകൻ കൊണ്ടു നടന്നു. എല്ലാവരോടും റസൂൽ കുറച്ച് സംസാരിച്ചാൽ എല്ലാവർക്കും പ്രവാചകനോട് ഇഷ്ടം വരും. അങ്ങനെ പ്രവാചകൻ സൗമ്യമായി നല്ല ചിരിക്കുന്ന മുഖം ഉണ്ടാക്കിയെടുക്കുക, എല്ലാവരോടും ചിരിക്കുക. അതിന് വല്ല മുടക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞല്ലോ, നിങ്ങൾ കൊടുക്കുന്നതിന് ഏറ്റവും നല്ല സ്വതക്കം എന്താണ്, അത് നല്ല ചിരിക്കുന്നൊരു മുഖമാണ്. കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം നല്ല രൂപയിൽ പെരുമാറുക എന്നുള്ളതാണ്. ഒരാൾക്ക് പൈസ ചോദിച്ചു, പൈസ ഒന്നും കൊടുക്കാനില്ല, അപ്പോൾ നല്ല രൂപയിൽ സംസാരിച്ച് അയാളെ പ്രാർത്ഥിച്ച് നല്ല രൂപത്തിൽ ചിരിച്ച് പറഞ്ഞേക്കുക. അതിന് മുടക്കുന്നില്ലല്ലോ. ഇപ്പോൾ അവിടുത്തെ ഉള്ളത് കൊടുക്കുക, ഇല്ലെങ്കിൽ ബാക്കി എന്ത് ചെയ്യുക, നല്ല രൂപത്തിൽ സംസാരിച്ച് അയാൾ നല്ല രൂപത്തിൽ പെരുമാറുക. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനുഷ്യന്മാരോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറുക, നല്ല രീതിയിൽ എല്ലാവരോടും വർത്തിക്കുക, എല്ലാവരും നല്ല രൂപത്തിൽ സംസാരിക്കുക. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നമ്മുടെ മതത്തെയും നമ്മുടെ ആദർശത്തെയും നമ്മുടെ ആശയത്തെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ എന്നതിലൊക്കെ ആളുകൾ അതൊക്കെ വാച്ച് ചെയ്യും, അതൊക്കെ മനസ്സിലാക്കും. ഒരു മുജാഹിദുകാരൻ എങ്ങനെയാണ്, ഒരു സലഫി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ തൗഹീദുള്ള ആളുകൾ ഇങ്ങനെയാണ്, ഓല് ഇങ്ങനെ കേട്ടോ, ഓല് നല്ല നീറ്റാണ് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ആളുകൾ നമ്മളെ മാത്രമല്ല നമ്മുടെ ആദർശത്തെയും നമ്മുടെ ആശയത്തെയും നമ്മുടെ ദീനിനെ ഒക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു മുസ്ലിമിനെ, ഒരു ഇസ്ലാമിനൊക്കെ മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് സ്വഭാവത്തെ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ച് ഘട്ടം ഘട്ടമായി പരിവർത്തിച്ചെടുത്ത് നല്ല സ്വഭാവങ്ങൾ ഒന്നുകൂടി ഭംഗിയാക്കി ആളുകൾ സൗമ്യമായി പെരുമാറുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലേക്ക് ഇന്ന് കുറച്ച് ആളുകൾ പന്തീരങ്കാവ് അതിൻ്റെ പരിസരത്ത് നിന്ന് കുറച്ച് ആളുകൾ നമ്മുടെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ മദ്രസക്കും പള്ളിക്കും വേണ്ടി കുറച്ച് സെൻറ്റ് സ്ഥലം അവർ വാങ്ങി അതിൻ്റെ ഏകദേശം ഒരു പകുതിയോളം പൈസ അവർ കൊടുത്തു. ബാക്കി റമദാനോടുകൂടി പിരിച്ചത് പൂർണ്ണമാക്കി രജിസ്റ്റർ ചെയ്ത് അവരുടെ നാട്ടിൽ ഒരു പള്ളിയും ഒരു മദ്രസും ഒരു ദീനിയായ സംരംഭമൊക്കെ തുടങ്ങാനുള്ള ആഗ്രഹത്തിൽ അവർ നമ്മുടെ പള്ളിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ പരമാവധി തുക അത് കൊടുക്കുക. ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന തുക കൊടുക്കുക, അല്ലാത്തത് ഓഫർ ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും നിലക്ക് നല്ല രൂപത്തിൽ അവിടെ സഹകരിക്കുക. നാട്ടിൽ പള്ളി വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പള്ളി ഉള്ളതുകൊണ്ടാണല്ലോ കുറേ അനുഗ്രഹമാണല്ലോ ഇവിടെ പള്ളിയുള്ളത്. പള്ളിയില്ലാത്ത ഇത്ര നാടുകളുണ്ട്. കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ട് നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു വേറെ ജില്ലയ്ക്ക് തെക്കൻ ഭാഗത്താണ്. അപ്പോൾ അവർ പറഞ്ഞ അനുഭവങ്ങൾ കേട്ട് നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാതെ തന്നെന്ന് തോന്നിപ്പോവും. ഒരു സുബഹി നിസ്കരിക്കണമെങ്കിൽ 5-6 കിലോമീറ്റർ യാത്രയാണ് സുബഹി നിസ്കരിക്കണം. ഒരു ജുമഅ നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ 10-15 കിലോമീറ്റർ യാത്ര ചെയ്താൽ ജുമഅയുടെ പള്ളി, സലഫി പള്ളിയിൽ പോയി നല്ലൊരു ഖുത്ബ കേൾക്കണമെന്നുണ്ടെങ്കിൽ 10-15 കിലോമീറ്റർ യാത്രയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളൊരു 15 കിലോമീറ്റർ യാത്ര ചെയ്ത് എത്ര പള്ളി കാണും? 10-20-25 പള്ളി കാണും നമ്മുടെ നല്ല സലഫി പള്ളികൾ, അത്രയും പള്ളി. അപ്പോൾ ഒരു നാട്ടിൽ പള്ളി വരിക എന്ന് പറഞ്ഞാൽ ആ നാട് ഒന്നാകെ ഉണരാൻ, ആ നാടിനെ ഒന്നാകെ ദീനിലേക്ക് കൊണ്ടുവരാൻ. അവരുടെ പ്രവാചകൻ ആദ്യം പോകുമ്പോൾ ഖുബായിലെത്തി. പ്രവാചകൻ എന്താ ചെയ്യണത്? ഇവിടെ എങ്ങനെ വീടുണ്ടാക്കുക, ഇവിടെ ഒരു പള്ളി എങ്ങനെ ഉണ്ടാക്കുക? പ്രവാചകൻ ആകെ നിന്ന് രണ്ടാഴ്ച കൊണ്ട് പള്ളി ഉണ്ടാക്കി. അവിടെ നേരെ പോയി ഇറങ്ങി അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. പിന്നെ മദീനത്ത് പോയി അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. നബി ആദ്യം ചെയ്തൊരു പള്ളി ഉണ്ടാക്കുന്നത് ഒരു പള്ളി. അതേപോലെ തന്നെ മദ്രസ. നമ്മളെ കുട്ടികളൊക്കെ വളരെയധികം അതിങ്ങനെ വിശ്വാസങ്ങൾ വൈകല്യങ്ങൾ സംഭവിച്ച് മെല്ലെ മെല്ലെ ഇസ്ലാമെന്ന് ഇങ്ങനെ തെന്നിപ്പോണൊരു കാലത്ത് അവരെ ചേർത്ത് പിടിക്കുക, കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നത് വളരെ വലിയൊരു ബാധ്യതയാണ്. ഓരോ നാട്ടിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ പങ്കെടുക്കുക. കാരണം ആ പള്ളി എന്ന് പറഞ്ഞാൽ അത് കൊണ്ടു നടക്കുന്ന ആളുകൾ അവർ മരിച്ചാലും നമ്മൾ മരിച്ചാലും ഒക്കെ എന്ത് ചെയ്യുക, പള്ളി അങ്ങനെ നടന്നു പോകും. ഈ പള്ളിക്ക് വേണ്ടി പൈസ തന്ന കുറേ ആൾക്കാരുണ്ടാവും ഈ പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
ഈ പള്ളി ഈ കാണുന്ന നമ്മളൊക്കെ മരിച്ചു പോയാലും ഈ പള്ളി കൊണ്ടെടുക്കാൻ വേറെ ആൾക്കാർ വരും, ഒരു കൊണ്ടെടുക്കും. ഒരു ഖിയാമത്ത് നാൾ വരെ ഇവിടെ എത്ര ആൾക്കാർ സുജൂദ് ചെയ്യുന്നു, എത്ര ആൾക്കാർ ഇഅ്തികാഫ് ഇരിക്കുന്നു, എത്ര ആൾക്കാർ ഖുർആൻ പാരായണം ചെയ്യുന്നു, എത്ര ആൾക്കാർ ജുമുഅ നിസ്കരിക്കുന്നു, എത്ര ആൾക്കാർ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നു, ആ ക്ലാസ് കേൾക്കുന്നു, എന്തെല്ലാം കാര്യം പഠിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു കൂലി എവിടെ നിന്ന് കിട്ടും? അന്ന് പൈസ കൊടുത്ത ആൾക്ക് കിട്ടും, ആ പൈസ കൊടുത്ത ആൾക്ക് കിട്ടും. എന്നതുപോലെ നമ്മളതിൻ്റെ ഒരു വിഹിതം നമ്മൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കഴിയുന്നത്ര അതിനോട് ധാരാളം പിരിവ് വരുന്ന സന്ദർഭമാണ്. അപ്പോൾ നമ്മൾ ആ പിരിവിനെ ആക്ഷേപിക്കല്ല വേണ്ടത്, നമുക്കൊരു അവസരം നിലക്ക് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എപ്പോഴും തരാം എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്പർക്ക് വാങ്ങിക്കുക. ഇനി അക്കൗണ്ടിലാണ് പൈസ എങ്കിൽ അക്കൗണ്ടിൽ അയച്ചു കൊടുക്കുക, ക്യാഷുള്ള കാശ് കൊടുക്കുക. എല്ലാവരും അതിന് നല്ല രൂപത്തിൽ തന്നെ സഹകരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു ദീനിനെ ശക്തിപ്പെടുത്തുകയും ആ ദീനിൻ്റെ മുന്നിൽ നടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ ധാരാളമായി കർമ്മം ചെയ്യാനും ചെയ്യുന്ന കർമ്മങ്ങളൊന്നും അടിയാതെ സ്വീകരിക്കാനും അതിൽ അർഹിക്കുന്നതിനേക്കാളും അപ്പുറം പ്രതിഫലം നൽകാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അങ്ങനെയുള്ള അവസരങ്ങൾ അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു ഈ റമളാൻ കഴിയുന്നതോടുകൂടി മുഴുവൻ മായ്ച്ചു കളഞ്ഞൊരു പ്രസവിച്ച കുട്ടിയെപ്പോലെ അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നമ്മെ സ്നേഹിക്കുന്ന ആളുകൾ, നമ്മുടെ ആദർശ ബന്ധുക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ തുടങ്ങി ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി അള്ളാഹുയുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ഏതെങ്കിലും വിധേന പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് സുഖവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി ശാരീരികമായി ബുദ്ധിമുട്ടുന്ന കുറേ മനുഷ്യരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങൾ ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. അവരുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്യുന്ന, നിരന്തരം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കൊടുക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം ഇരട്ടിച്ചു കൊടുക്കുകയും അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാക്കി മാറ്റുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർ വാലിദീന മിനന്നാർ, അല്ലാഹുമ്മ അജ്ർ അസാതിദനാ മിനന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. അസ്സലാമു അലൈക്കും.